രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ വളരെ വിപുലമായ വിശ്വാസം അതാണ് ഇന്നത്തെ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് ഇന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയാണ് EMSന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു ജനപക്ഷ ഗവൺമെന്റ് 1957 ഏപ്രിൽ 5 കൃത്യമായി പറഞ്ഞ ഇന്നേക്ക് 4 ദിവസം മുമ്പ് 69 വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നത്. ഭൂപ്രഭുത്വം കേരളത്തിൽ തുടച്ചുമാറ്റാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചത് ആ ഗവൺമെന്റാണ്. അതിനുശേഷം ഇടതുപക്ഷ ഗവൺമെന്റുകൾ കേരളത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് അടിത്തറയിട്ടു. നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് സമ്പൂർണ്ണ സാക്ഷരതയും ജനകീയാസൂത്രണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇടയ്ക്ക് UDF ഗവൺമെന്റ് കേരളത്തിനെ പിന്നോട്ടടിക്കുന്ന സമീപനങ്ങൾ എടുത്തു. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് വർദ്ധിച്ച ജനപിന്തുണ നേടിയെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരും. ആ LDF വിജയം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. തുടർച്ചയാണ്, എന്നാൽ കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലുമുള്ള പരിഷ്കാരങ്ങൾ. ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റുക, വിജ്ഞാന സമ്പദ്ഘടന കേരളത്തിൽ വികസിപ്പിക്കുക, ഒരു നവകേരളം സൃഷ്ടിക്കുക, അതിന് അനുകൂലമായ വിധിയാണിത്. അതേസമയം ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ പറയാനുള്ളതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു കോട്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്നല്ല, ബോധപൂർവമല്ലാതെ ചില പോരായ്മകളോ കുറവുകളോ സംഭവിച്ചിട്ടുള്ളത് മാധ്യമങ്ങളും ജനങ്ങളും ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾക്കൊണ്ട് തിരുത്തിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഗവൺമെന്റ് കൂടുതൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകും. തോളിലുണ്ട് മകന്റെ കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഇപ്പോൾ ഒരു കാര്യം അറിയിക്കുന്നത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.